ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫാമിലി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നാണ് കുംഭഭരണി. അപ്പോൾ അവിടെ കണ്ടോ ഓരോ സാധനങ്ങളൊക്കെ കിടക്കണ്. അത് ഇന്നലത്തെ സെറ്റിൻ്റെ വന്നതിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പാപ്പൻ്റെ ഒപ്പമാണ് പോകുന്നത്. അമ്മയും അച്ഛനൊക്കെ 5:30 പോയി. അപ്പോൾ ഞങ്ങളൊരു 7:30-8 മണി ആ ടൈമിൽ പാപ്പൻ്റെ ഒപ്പം പോവാണ് കേട്ടോ. അപ്പോൾ കുംഭഭരണി നടക്കുന്നത് കുറുമാലിക്കാവുള്ള അമ്പലത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന കാളകളി. അപ്പോൾ ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാനത് സ്ലോ മോഷനിലിട്ടെ. അപ്പോൾ ഇതായിരുന്നു ആന. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി തൊഴുത് ഇനി പോവായിരുന്നു. ആ സൈഡിലായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് നേരെ കയറിയ ഹൈവേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ വണ്ടി വെച്ചിട്ട് വല്ലതും വാങ്ങാൻ പോവാണ്. അപ്പോൾ ഋഷികയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമും മുല്ലപ്പൂവും വാങ്ങണമായിരുന്നു. അവൾക്ക് മുല്ലപ്പൂ വേണമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂവും വാങ്ങിച്ചിട്ട് പിന്നെ മൈലാഞ്ചി വാങ്ങണം. അവൾക്ക് മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങണം. അപ്പോൾ മൈലാഞ്ചിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ ഋഷിക അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് പാപ്പൻ്റെ അടുത്ത്. ഞാൻ അപ്പോൾ ഇതായി സെറ്റായി ഒരു 12 മണി 11 മണിയൊക്കെ ആയപ്പോൾ കിടന്നതാണ്. 4 മണിക്കാണ് ഗൈസ് ഞാൻ എനിക്ക് 4 മണിക്ക്. അപ്പോൾ ഇപ്പം നമ്മളെന്താ ചെയ്യാൻ പോണ്? ഞാൻ പുറത്തിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ ഇവരാരും എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ലേറ്റായി. എന്നിട്ടിപ്പോൾ പിന്നെ അമ്മ ഇപ്പോൾ മാങ്ങ പൊട്ടിച്ച് ജ്യൂസ് അടിച്ചത് നല്ല ചെഞ്ച മാങ്ങയായിരുന്നു. അത്യാവശ്യം പഴുത്ത പോലെയായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിപ്പോൾ എനിക്ക് ഒറ്റ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം സ്റ്റോറേജ് എന്നെ ചതിച്ചു ഗൈസ്. ഒട്ടും സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായില്ല. അതുകൊണ്ടാട്ടോ അവിടെ പോയിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറുന്നേ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഫോൺ കാണാമായിരുന്നു. അപ്പോൾ എനിക്ക് ഫോണിൽ ഒട്ടും സ്റ്റോറേജ് ബാക്കപ്പ് ഇല്ല. അപ്പോൾ അത് ഇങ്ങനെ മാറാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞറിഞ്ഞാൽ. ഐഫോണിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ വരും, അത് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പോയി അത് എഡിറ്റ് ചെയ്യട്ടെ. എനിക്ക് ഫുഡ് വേണ്ട, അപ്പോൾ ഞാൻ പോയി അത് എഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, എഡിറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സിനിമ ഐഡൻറ്റിറ്റി സിനിമ ആണ്. എന്നിട്ടാ ഒരു പണിയുമില്ല. നേരത്തെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദോശ കഴിച്ചു. എത്ര മണിയായി? ഇപ്പോൾ 9 മണി കഴിഞ്ഞു. 9:40 ഇനി അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് ഇങ്ങടാ പൂരത്തിന് പോവാൻ. നാളെ രാവിലെ ആയിരിക്കും കേട്ടോ പോവുക പൂരത്തിന്. അപ്പോൾ അച്ഛൻ ഓക്കെ, അച്ഛൻ വന്നിട്ട് കാണാം.
അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് രൂപങ്ങൾ ഉണ്ടായിരുന്നില്ലേ ശിങ്കാരിമേളത്തിന് ബാക്കിൽ, അത് ഫ്രണ്ടിൽ പോയപ്പോൾ ആ രൂപങ്ങളുടെ ബാക്കിൽ ആന വരും ഗൈസ്. എല്ലാവരുടെയും ശിങ്കാരിമേളം ഫ്രണ്ടിലായിരിക്കും, അതിൻ്റെ ബാക്കിൽ ആനയുടെ അവിടെ ആൾക്കാർ കുറവായിരിക്കും, കാര്യം എല്ലാവരും ശിങ്കാരിമേളത്തിൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതിനും ആന വരുന്നതിനും ഒരു കൊട്ടുണ്ട് കേട്ടോ. ഗൈസ് ആന തിരിഞ്ഞപ്പോൾ വീഡിയോ കട്ട് ചെയ്തത് പേടിച്ചിട്ടാണ്. അപ്പോൾ നിൽക്കണ് കണ്ടോ, ഞങ്ങൾക്ക് പേടിയാണെന്ന് ആറാട്ടുപുഴ ആന ഓടിപ്പിച്ചതുകൊണ്ട് കൂടി. അപ്പോൾ ആന ഇത് പാമ്പാടി രാജനാണ്. അപ്പോൾ പാമ്പാടി രാജൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ, അതിൻ്റേതായ ഭംഗി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാമ്പാടി രാജനെ. പിന്നെ അവിടെ അപ്പുറത്ത് ലൈറ്റ് അങ്ങനത്തെ എന്തോ ഉണ്ട്. അപ്പോൾ ആ പാമ്പാടി രാജൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോവാമെന്ന്, കാര്യം പാമ്പാടി രാജനെ കണ്ടിട്ട് പോവാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ പീരങ്കിയിൽ ഇങ്ങനെ ഇതാക്കിയിട്ടില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാമ്പാടി രാജനെ കണ്ടിട്ട് പോവാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാമത്തെ സെറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ശിങ്കാരിമേളം പോയി അമ്പലത്തേക്ക് കയറാൻ നിൽക്കുമായിരിക്കും. ഇത് രണ്ടാമത്തെ സെറ്റിൻ്റെ ഇതാണ്. രണ്ടാമത്തെ സെറ്റിൽ നിന്നാണ് പാമ്പാടി രാജനെ ഇതാക്കിയേക്കുന്നത്. അപ്പോൾ പാമ്പാടി രാജനെ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് പോവാമെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി ഗൈസ് പാമ്പാടി രാജനെ കണ്ടിട്ട്. പിന്നെ ഇനി ഞങ്ങളുടെ ഭാഗത്തെ സെറ്റിൻ്റെ ആണ്, സെറ്റിൻ്റെ പാനുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. ഗൈസ് എന്താ അറിയുക, ആനയുടെ അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഓടുന്നത് ഈ ആനയ്ക്ക് ഒരു ആട്ടം പോലെ പേടിയായി ഗൈസ്, ഒരു ചെറിയൊരാട്ടം ചെറുതായിട്ട്. അപ്പോൾ ഗൈസ് ഇത് ശിങ്കാരിമേളത്തിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അത് ഉള്ളത് ഞാനിങ്ങനെ ആഡ് ചെയ്തതാണ്. ഇതാണ് ആന, നേരത്തെ പോയ ആന. ഇത് പാമ്പാടി രാജനാണ്, പാമ്പാടി രാജൻ്റെ ഫോട്ടോ ആണ്. ഇത് ഞങ്ങളുടെ സെറ്റിൻ്റെ ആനയാണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ, കുംഭഭരണിയുടെ വീഡിയോ ആയിരുന്നു. ബൈ.